ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു ബാഗ് എങ്ങനെ ചെയ്ത് ഗ്രാനി സ്ക്വയറൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബാഗ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ 2 കളേഴ്സിലാണ് നമ്മളിതിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒരു ഗ്രാനി സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമ്മൾ 4 കോർണറായിട്ടുള്ള ഗ്രാനി സ്ക്വയർ 2 കളേഴ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് 4 കോർണർ വരുന്ന ഒരു ഗ്രാനി സ്ക്വയർ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്യാം. മാജിക് സർക്കിൾ ചെയ്യാനായിട്ട് നമുക്കിതാ അങ്ങനെ ഫിംഗറിലേക്ക് കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. അതിന് ശേഷം ഫിംഗറിലേക്ക് ഇങ്ങനെ ക്രോസിലായിട്ട് നമ്മൾ റണ്ണിങ് ആണ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് ഫിംഗറിൽ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ റണ്ണിങ് ആണിനെ ഈ ഒരു സെൻറ്ററിലേക്ക് വെക്കുക. അതിന് ശേഷം ഇതാ ഈ ഒരു ഇവിടെ ലൂപ്പ് റണ്ണിങ് ആണിനെ ലൂപ്പ് പോലെയാക്കുക. ഈ ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ശേഷം ഈ റണ്ണിങ് ആണിനെ നമ്മൾ എന്ത് ചെയ്യാം, ഈ 2 ഫിംഗറിലേക്ക് വെക്കുക. അങ്ങനെ ഇവിടെ ഇതാ ഈ ഒരു കെട്ട് പോലെ കാണുന്നില്ലേ, ഈ ഒരു യാൺ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഭാഗം അവിടെ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മളിതാ 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാണോവർ ചെയ്യുക, സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 2 ലൂപ്പ് ഉണ്ടാവും. യാണോവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഈ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കും. അതിന് ശേഷം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 2 സ്റ്റിച്ച് കിട്ടി. നമ്മൾ അടുത്ത ഈ സെയിം സ്പേസിലേക്ക് സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 3 സ്റ്റിച്ചസ് കിട്ടി. അങ്ങനെ നമ്മൾ ഒരു 12 സ്റ്റിച്ചസാണ് നമുക്ക് വേണ്ടത്. 3 ചെയ്തു, 4 സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സർക്കിളിൽ 12 DC കിട്ടി. ഈ ഒരു ടൈലിൻ്റെ നമ്മൾ വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു ഹോള് റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ആ ടൈലിൻ്റെ വലിച്ച് ടൈറ്റ് ആക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത DC അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. അതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഇതാ ഇങ്ങനെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സ്ട്രീപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ്. യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിതാ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിൽ 12 മാജിക് സർക്കിളിൽ നമ്മൾ 12 സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനി വേറെ കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതാ അങ്ങനെ ഈ ഒരു യാണിനെ ആദ്യം ഫ്രണ്ടിലേക്ക് എടുക്കുക. അതിന് ശേഷം നമുക്ക് ആ യാണിനെ ബാക്ക് സൈഡിലേക്ക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിൽ വെച്ചിട്ട് ഇതാ ഈ 2 യാണൊന്ന് കൂട്ടി കെട്ടി കൊടുക്കുക കേട്ടോ. യാണ് മാജിക് സർക്കിളിൻ്റെ യാണ് നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് അതിന് ശേഷം ഈ 2 യാണും തമ്മിലൊന്ന് കൂട്ടി പിടിച്ചിട്ട് കെട്ടി കൊടുത്തതിന് ശേഷം ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ യാണ് കട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ യാണ് കട്ട് ചെയ്യുമ്പോൾ
ആ സ്റ്റിച്ചസൊക്കെ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് സ്റ്റിച്ചസ് റിമൂവ് ആയി പോകും. എപ്പോഴും നമ്മൾ യാൺ കട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം മാത്രം യാൺ കട്ട് ചെയ്യാം. അപ്പോൾ അതാ നമുക്കിവിടെ നല്ലൊരു സർക്കിളിൽ 12 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തിട്ട് ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കളർ യാൺ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ സർക്കിളിൽ വേറെ കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പെറ്റിലുണ്ടാക്കാൻ പോവുകയാണ്, ഫ്ലവറിൽ പെറ്റിലുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ യെല്ലോ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൽ, ഏത് സ്റ്റിച്ചായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ നമ്മളിതാ ഇങ്ങനെയുള്ള ഈ പെറ്റൽസ് ഉണ്ടല്ലോ, 12 പെറ്റൽസാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ 12 DC ചെയ്തതുകൊണ്ട് 12 പെറ്റൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം ഇതാ യാൺ ഇങ്ങനെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു ഫിംഗറിനെ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. അതിന് ശേഷം ഇതാ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ്. 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2 ടൈംസ് യാൺ ഓവർ ചെയ്യണേ. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ഹുക്കിനേക്ക് മുകളിലേക്ക് വലിക്കുമ്പോൾ 1 2 3 4 4 ലൂപ്പ് കിട്ടും. 4 ലൂപ്പ് കിട്ടണം. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് ബാലൻസ് ഉണ്ടാവും. ഇനി വീണ്ടും നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്കിവിടെ 1 2 3 4 5 യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 4 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതവിടെ ഒരു പെറ്റൽ കിട്ടി. വീണ്ടും ചെയിൻ 2 ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു പെറ്റൽ കിട്ടി കേട്ടോ. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യുക. ഈ യാണിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഹൈഡാക്കി പിടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ പിടിച്ചു കൊടുത്താൽ അത് അതിൻ്റെ ഉള്ളിൽ ഹൈഡായി പോയിക്കോളും. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും ബാലൻസ്. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 1 2 3 4 5 ഉണ്ടാവും. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 1 2 3 4 5 6 യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 2 3 4 5 ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 4 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക. ഈ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ഇത് നമ്മൾ അടുത്ത പെറ്റിലായിട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുത്തത്. ഇനിയുള്ള ഇതിലൊക്കെ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത പെറ്റിൽ ചെയ്യാനായിട്ട് 1 2 ചെയിൻ ചെയ്യുക. അതിന് ശേഷം 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു യാൺ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 1 2 3 4 5 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്ത് സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 1 2 3 4 5 6 യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 2 3 4 5 യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 4 ലൂപ്പ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്യുക. ഈ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ 3rd പെറ്റൽ റെഡി ആയിട്ടുണ്ട്. വീണ്ടും 1 2 ചെയിൻ 2 ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
ഇതാ ഈ ഒരു യാണിനെ ടൈലിൻ്റെ നമുക്കിങ്ങനെ ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് യാണോർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാണോർ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 3 ലൂപ്പ് ഉണ്ടാവും. യാണോർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് ഉണ്ടാവും. 2 ടൈംസ് യാണോർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 1 2 3 4 5 യാണോർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 4 ഉണ്ടാവും. യാണോർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും 2 ടൈംസ് യാണോർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 1 2 3 4 5 6 യാണോർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 5 ഉണ്ടാവും. യാണോർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. 4 ലൂപ്പ് ഉണ്ടാവും. യാണോർ ചെയ്യുക. 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു പെറ്റലും കൂടി കിട്ടി. അങ്ങനെ നമുക്കിവിടെ 4 പെറ്റൽസ് കിട്ടി. വീണ്ടും നമുക്ക് 1 2 ചെയിൻ ചെയ്യാം. നമുക്കിനി അടുത്ത പെറ്റൽ ചെയ്യാം. അടുത്ത പെറ്റൽ ചെയ്യാനായിട്ട് 2 ചെയിൻ ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്ത് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ യാണ് ബാക്കിൽ പിടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിങ്ങനെ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഓരോ സ്റ്റെപ്പും എഴുതി വെക്കുക. അതിന് ശേഷം ചെയ്യുക. ലാസ്റ്റ് നമുക്ക് 4 സ്റ്റിച്ച് കിട്ടണം കേട്ടോ. 4 ലൂപ്പ് കിട്ടണം. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ പെറ്റലും ചെയ്തെടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 പെറ്റൽസാണ് ഉണ്ടാവുക. നമുക്ക് കുറച്ച് പെറ്റൽസ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് പെറ്റൽ ചെയ്യുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇവിടെ 11 പെറ്റൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു സ്പേസ് ഉണ്ട്, അവിടെയും കൂടി ഒരു പെറ്റൽ ചെയ്യാനുണ്ട്. നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ നമ്മളിങ്ങനെ 11 പെറ്റൽ ചെയ്തു. നമുക്ക് ടോട്ടൽ 12 പെറ്റൽ കിട്ടണം. അപ്പോൾ ചെയിൻ 2 ചെയ്യുക. അതിന് ശേഷം നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് ഇതാ ഈ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു പെറ്റലും കൂടി ചെയ്തെടുക്കണം. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്ത് സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഓരോ സ്റ്റെപ്പും നിങ്ങൾ എഴുതി വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റിൽ നമുക്ക് 4 ലൂപ്പ് കിട്ടണം. ഫസ്റ്റ് പെറ്റലിൽ മാത്രം നമുക്ക് 3 ലൂപ്പ് കിട്ടും. ബാക്കി എല്ലാ പെറ്റലിലും ലാസ്റ്റിൽ 4 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെറ്റൽസ് കിട്ടും. ഇപ്പോൾ നമ്മൾ 12 പെറ്റൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യുക? ചെയിൻ 2 ചെയ്യുക. 1 2 ചെയിൻ 2 ചെയ്യുക. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, പെറ്റലുണ്ടല്ലോ, ഫസ്റ്റ് ചെയ്ത പെറ്റലിൻ്റെ നമ്മൾ ആ ഫസ്റ്റ് ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ നോക്കുക. 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഇതാ നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഈ യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ അത് യാണിങ്ങനെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ യാണിനെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ആക്കണം. ഇങ്ങനെ വെച്ച് നോക്കുക. നമുക്ക് 12 പെറ്റൽസ് കിട്ടിയിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. 12 പെറ്റൽസ് കിട്ടിയാൽ മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ യാണിന് നമ്മൾ ആദ്യം ഒന്നിങ്ങനെ ഏതെങ്കിലും ഒരു ലൂപ്പ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വലിക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് ഹുക്കിനെ താഴത്തുനിന്ന് മുകളിലേക്ക് വിടുക. ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിന് ശേഷം ഈ യാണിനെ താഴത്തേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ആ യാണിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായി നിൽക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു വൃത്തികേടായി നിൽക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി ഈ ബാക്ക് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ അത് ഹൈഡായി പോയിക്കോളൂ കേട്ടോ. കട്ട് ചെയ്താൽ അതിങ്ങനെ ഊരി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഹൈഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു പെറ്റൽ കഴിഞ്ഞിട്ടുള്ള സ്പേസ്
ഒരു പെറ്റൽ കഴിഞ്ഞ് അടുത്ത പെറ്റലിൽ ഒരു സ്പേസ് ഉണ്ടാവും, ആ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഏത് കളർ ആണോ ആഡ് ചെയ്യുന്നത്, ഞാനിവിടെ ഗ്രീൻ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്യാം കേട്ടോ. 3 കളേഴ്സിൽ വേണമെങ്കിൽ 3 കളേഴ്സിൽ ചെയ്യാം. അങ്ങനെ ടൈലൻറ്റ് കുറച്ച് അധികം എടുത്തിട്ട് ബാക്ക് സൈഡിലേക്ക് യാണൊന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം ചെയിൻ ചെയ്യുക. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണേ. അതിന് ശേഷം 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെയിം സ്പേസിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ടൈലിൻ്റെ ബാക്ക് സൈഡിൽ പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഹൈഡായി പോകും. അപ്പോൾ 3 ചെയിൻ നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. അതിന് ടോട്ടൽ നമ്മളിവിടെ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 1 2 3 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ഇതാ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യണമെങ്കിൽ ചെയിൻ 1 ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിതാ ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാണോർ ചെയ്യുക, ഈ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത സ്പേസിലാണ് ഈ ഒരു സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷയും കൂടി ചെയ്യുക. കഴിഞ്ഞതിൽ സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇതിലും നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എല്ലാ സ്പേസിലുമാണ്, അത് ശ്രദ്ധിക്കുക. അതൊക്കെ നോട്ട് ചെയ്ത് എഴുതി വെക്കുക. അപ്പോൾ അത് 2 പെറ്റൽസിൻ്റെ സ്പേസിലും നമ്മൾ 3 സ്റ്റിച്ചസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്പേസിലേക്ക് 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണേ. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിച്ചിട്ട് 4 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക, 3 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക, 2 ലൂപ്പ് ഉണ്ടാവും. ബാലൻസ് ചെയ്യുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. വീണ്ടും നമ്മൾ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക, ഈ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുമ്പോൾ ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുക. അത് കിട്ടുക. നമ്മളിവിടെ കോർണർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതവിടെ നമ്മൾ ചെയ്തത് 3 DC ആണ്. അടുത്ത സ്പേസിൽ 3 DC അങ്ങനെ ചെയ്തു. ഇനി ചെയ്തത് 3 ട്രിപ്പിൾ ക്രോഷേ ആണ്. അതിന് ശേഷം 1 ചെയിൻ 1 ചെയ്യുക. വീണ്ടും നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് ഈ സെയിം സ്പേസിൽ ഇവിടെ 3 DC 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്ത സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷയും കൂടി ട്രിപ്പിൾ ക്രോഷയും കൂടി ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കോർണറിൽ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, 3 ട്രിപ്പിൾ ക്രോഷേ സെയിം സ്പേസിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കോർണർ 4 കോർണർ ടേണായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ഫസ്റ്റ് കോർണറാണ്. അപ്പോൾ നോട്ട് എഴുതി വെക്കുമ്പോൾ നമ്മൾ കറക്റ്റ് എഴുതി വെക്കണം. 4 കോർണറിലും ട്രിപ്പിൾ ക്രോഷേ, 3 ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, 3 ട്രിപ്പിൾ ക്രോഷേ, അങ്ങനെ 6 സ്റ്റിച്ചസ് നമ്മൾ ഈ ഒരു സ്പേസിൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ 3 എണ്ണം ചെയ്തു. അതിനുശേഷം ചെയിൻ 1 ചെയ്തു, വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കോർണർ ടേണായി കിട്ടും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ആ കോർണറിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 3 ട്രിപ്പിൾ ക്രോഷേ കഴിഞ്ഞിട്ടുള്ള ആ കോർണറിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. അപ്പോൾ നമ്മൾ ആ കോർണർ ഫസ്റ്റ് കോർണർ ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു കോർണർ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അവിടെ ഈ ഒരു ഇതിൽ നമ്മൾ 6 സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 ട്രിപ്പിൾ ക്രോഷേ, അതിന് കഴിഞ്ഞിട്ട് ചെയിൻ 1, വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർണർ കിട്ടിയേ. ഇനി നമ്മൾ അടുത്ത സ്പേസിലേക്ക് യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്.
3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനിയുള്ള 2 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഉണ്ടോ, നമ്മൾ ഈ ഒരു സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 2 സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. തേർഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ കോർണറാണ് ചെയ്യുന്നത്. കോർണർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ 3 ഡബിൾ ക്രോഷ്യ പിന്നെ കോർണർ, പിന്നെ 3 ഡബിൾ ക്രോഷ്യ 2 സ്പേസിലും ചെയ്തു. ഇനി അടുത്തതിൽ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു അടുത്ത സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 3 പ്രാവശ്യം നമുക്ക് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കാനുണ്ടാവും. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ബാലൻസ് 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ഈ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ കോർണറിലും നമ്മൾ 6 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ആദ്യം 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ചെയിൻ 1 ചെയ്യും. വീണ്ടും നമ്മൾ ആ സെയിം സ്പേസിൽ തന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ആകുമ്പോൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്യണേ. 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ട്രിപ്പിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യണം. അപ്പോൾ ഓരോ കോർണറിലും നിങ്ങൾ പ്രത്യേക നോട്ട് എഴുതി വെക്കണം. ഓരോ കോർണറിലും നമ്മൾ 6 സ്റ്റിച്ചസ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വീതം ചെയ്യുന്നുണ്ട്. ആദ്യം 3 സ്റ്റിച്ച് ചെയ്യും. അതിന് ശേഷം ചെയിൻ 1 ചെയ്യും. വീണ്ടും സെയിം സ്പേസിൽ നമ്മൾ 3 സ്റ്റിച്ചസ് ചെയ്യും. ടോട്ടൽ 6 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ഒരു കോർണറിൽ ചെയ്യുമെന്ന് എഴുതി വെക്കുക കേട്ടോ. ഇത് മിസ്റ്റേക്ക് പറ്റുന്നത് കൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിസ് മാർക്കറും കൂടി വെക്കുക. നമുക്കിവിടെ കോർണർ ടേൺ ആയി വന്നിട്ടുണ്ട്. 3 ട്രിപ്പിൾ ക്രോഷ്യ, ചെയിൻ 1, 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. 3 ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്ത ആ സ്പേസിൽ വീണ്ടും നമുക്കൊരു സിസ് മാർക്കർ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർണറിൽ ഒരു സിസ് മാർക്കർ വെച്ചു. സെക്കൻഡ് കോർണറിലും നമ്മൾ സിസ് മാർക്കർ വെച്ചു. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യാം. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് അടുത്ത സ്പേസിൽ ചെയ്യണം കേട്ടോ. ചെയിനിലല്ല, അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതാ നമ്മൾ 2 കോർണർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോർണർ, സെക്കൻഡ് കോർണർ, 2 കോർണർ ചെയ്തു. അതിൻ്റെ സെൻറ്ററിൽ 2 ഡബിൾ ക്രോഷ്യയുടെ 3 സെറ്റ് ചെയ്തു. 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 2 കോർണറും നമ്മൾ ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 1 ചെയ്തു. സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ടൈലിൻ്റെ എടുത്തിട്ടുള്ള ആ ഭാഗത്തിട്ടുണ്ട്. ആ യാണ് നമ്മളിതിൻ്റെ കൂടെ ഒന്നിച്ച് പിടിച്ചു കൊടുക്കുക കേട്ടോ. ഈ യാണിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ യാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള യാണുണ്ടല്ലോ. അപ്പോൾ ആ യാണിൻ്റെ എവിടെയാണോ നിങ്ങൾ എത്തുന്നത് ആ ഭാഗവും നിങ്ങളിങ്ങനെ ഇതിൻ്റെ കൂടെ ഈ സ്റ്റിച്ചിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് റിമൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് 1-2 സ്റ്റിച്ച് അതിൻ്റെ കൂടെ ചെയ്ത് കൊടുത്താൽ അത് ഹൈഡായി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ 3 ഡബിൾ ക്രോഷ്യ 2 സ്പേസിലും ചെയ്തു. കോർണർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കോർണർ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ 3 ഡബിൾ ക്രോഷ്യ 2 സ്പേസിലും ചെയ്തു. ഇനി അടുത്ത് നമ്മളൊരു കോർണർ ചെയ്യാനാണ്. നമ്മൾ 3ാമത്തെ കോർണറാണ് ചെയ്യുന്നത്. 3ാമത്തെ കോർണർ ചെയ്യാനായിട്ട് നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ യാണ് ആ ടൈലൻ്റ് ഉണ്ടല്ലോ, ആ യാണ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കണേ. അതങ്ങനെ വെച്ചിട്ട് പിടിച്ചു കൊടുക്കുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ഈ ഒരു
യാണിനെ ഇതിൻ്റെ ഇവിടേക്ക് തന്നെ വെച്ചിട്ട് ഹൈഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 4 കോർണറിലും നമ്മൾ ത്രിബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 ഒരു ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തേർഡ് ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ടു ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെക്കൻഡ് ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. തേർഡ് ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, നമ്മളെ തേർഡ് കോർണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. അപ്പോൾ നമ്മളിവിടെ 3 കോർണറും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 1 2 3 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. കോർണർ കഴിഞ്ഞു. 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്പേസിലും ഇതുപോലെ തന്നെ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 നമ്മളിവിടെ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഒരു സ്പേസിൽ 3 കോർണർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 2 3 3 കോർണർ കിട്ടി. അതിൻ്റെ ഒക്കെ സെൻറ്ററിൽ 3 ത്രിബിൾ ക്രോഷ്യ 2 സ്പേസിലും ചെയ്തു. ഡബിൾ ക്രോഷ്യ 2 സ്പേസിലും ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ കോർണറാണ്. 4ാമത്തെ കോർണറിൽ 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് നമുക്ക് ഒരു ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 സെക്കൻഡ് ടൈമിലും സെക്കൻഡ് ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് 2 ടൈംസ് യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്പേസിൽ ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് ചെയ്യാൻ വേണ്ടി 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3ാമത്തെ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെയിം സ്പേസിൽ നമ്മൾ 3 ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പം 4 കോർണറിലും നമ്മൾ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 6 ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുന്നുണ്ട്. 3 എണ്ണം കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്യും. വീണ്ടും 3 ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് സെയിം സ്പേസിൽ ചെയ്യും. ബാക്കി വരുന്ന സ്പേസിലൊക്കെ നമ്മൾ 3 DC ആണ് ചെയ്യുന്നത്. 3 DC ചെയ്യും. പിന്നെ അടുത്ത സ്പേസിൽ 3 DC ചെയ്യും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി ചെയ്യണം. എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നോട്ട് എഴുതി വെച്ചതും നമ്മൾ വീഡിയോസും നോക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുക. ഓരോ സ്റ്റെപ്പും എഴുതി വെക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ 4ാമത്തെ കോർണറും കിട്ടിയിട്ടുണ്ട്. നമുക്കതിലും ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. കോർണർ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഒരു നമുക്ക് എല്ലാ സ്റ്റെപ്പും നമ്മൾ 12 പെറ്റൽസിൻ്റെ ഉള്ളിലും നമ്മൾ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 കോർണറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 കോർണർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു ഗ്രാനി സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ യാണ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും ഈ ഒരു ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കോർണറിൽ മാത്രം 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1 3 ഡബിൾ ക്രോഷേ ചെയ്യുക. ബാക്കി എല്ലാ സ്പേസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ചെയിൻ 3 DC അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും എത്ര ഡിസൈൻ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ഹാൻഡ് ബാഗും ഡ്രസ്സസും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാം. ഇനി അതല്ല അത് ഇനി വലുപ്പത്തിലുള്ള ഗ്രാനി സ്ക്വയർ ആണെങ്കിൽ ഈ സ്പേസിലൊക്കെ 3 DC ചെയ്യുക. ഇത് ഈ കോർണറിൽ മാത്രം നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ എത്ര റൗണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഇത് കംപ്ലീറ്റ് ആക്കുകയാണ്. ചെയിൻ 1 ചെയ്യുക, നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതല്ലേ ഉള്ളൂ. പഠിക്കുമ്പോൾ ചെറുത് പഠിച്ചിട്ട് പിന്നെ നമുക്കിങ്ങനെ വലുത് പഠിച്ചെടുക്കാം. യാണ് കട്ട് ചെയ്ത ശേഷം ഈ ടൈലൻ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതാ നമ്മൾ ഈ യാണ് ആദ്യം മുകളിലേക്ക് എടുക്കുക. അതിന് ശേഷം ഇത് ബാക്ക് സൈഡിലേക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ. ബാക്ക് സൈഡിലേക്ക് എടുക്കുക. 4 കോർണറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നും കൂടി ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് 2 ഭാഗത്തേക്കും 2 ഗ്രാനി സ്ക്വയർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ 2 ഗ്രാനി സ്ക്വയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും യാൺസൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് കെട്ടി കൊടുക്കുക. അതിന് ശേഷം ബാലൻസ് വരുന്ന യാൺസൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അല്ലാതെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ചസൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ലൈനിങ് വെക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വലിയ സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈനിങ് ഒക്കെ വെക്കണമെങ്കിൽ ഈ ഒരു സ്ക്വയറിൽ തുണി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുന്നി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മളിങ്ങനെ 2 സൈസിൽ ഗ്രാനി സ്ക്വയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ മറിച്ച് വെക്കുക. ഒരു ഭാഗം ബാക്ക് സൈഡിലേക്കും നല്ല ഭാഗം രണ്ടും ബാക്ക് ഭാഗവും നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നല്ല ഭാഗം ഫ്രണ്ടിലേക്ക് വെക്കുക, മറ്റേ നല്ല ഭാഗം താഴെ ഭാഗത്തേക്കും വെക്കുക. അപ്പോൾ വെക്കുമ്പോൾ 2 ഭാഗവും ബാക്ക് സൈഡും ഒരുമിച്ച് വെക്കുക. ഏതെങ്കിലും ഒരു കോർണറിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത കളർ ഏതാണോ, യാണിൻ്റെ കളർ ഏതാണോ അത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ ആയതുകൊണ്ട് ഗ്രീൻ കളർ തന്നെ യൂസ് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്ത് നമ്മൾ തൊട്ടടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 പീസിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഫസ്റ്റ് പീസും സെക്കൻഡ് പീസിൻ്റെ ഉള്ളിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടൈലൻ്റ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം രണോർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. രണോർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക 2 ലൂപ്പിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കോർണർ എത്തുന്ന വരെ നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കോർണർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഓരോ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു കോർണറിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇവിടെ നമുക്ക് അതുപോലെ ഇത് ഒരുമിച്ച് പിടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ആ ഒരു കോർണറൊക്കെ മാറി പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 കോർണറിലും നമുക്ക് ഓരോ സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ ഒരു ഭാഗത്തും പിന്നെ ലാസ്റ്റ് ഈ ഒരു കോർണറിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് കോർണർ വരുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മളെ സെക്കൻഡ് കോർണർ, ഇത് നമ്മളെ തേർഡ് കോർണർ. അങ്ങനെ 3 കോർണറിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മറ്റേ ഭാഗം നമ്മൾ മുകളിലേക്ക് അപ്പർ പാർട്ടിലേക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെയാണ് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടുന്ന് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ഭാഗത്തും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ടൈലൻ്റ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എല്ലാ ചെയിനിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവിടെ ഗ്യാപ്പ് വന്ന് പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു
ബാഗ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇപ്പം നമ്മൾ രണ്ട് സ്ക്വയർ വെച്ചിട്ടാണ് ഗ്രാനി സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ 4 ഗ്രാനി സ്ക്വയർ വെച്ചിട്ടൊക്കെ നമുക്ക് വലിയ സൈസിൽ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ടൈലൻഡ് നമ്മൾ ബാക്ക് സൈഡിൽ പിടിച്ചതുകൊണ്ട് അത് അവിടെ ഹൈഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കോർണറിൽ മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിതാ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ നിങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ കോർണറിൽ എത്തിയിട്ടുണ്ട്. ആ കോർണറിലുള്ള സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ വെച്ചുകൊണ്ട് നമുക്ക് ആ കോർണറൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ കോർണറിൽ നമ്മൾ 3 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ, അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് ആ കോർണറിൽ. അതിന് ശേഷം നമ്മൾ ബാലൻസ് വരുന്ന സ്റ്റിച്ചസിൽ അടുത്ത കോർണർ എത്തുന്നവരെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ കോർണറിൽ മാത്രമാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോർണർ നമ്മൾ സ്റ്റിച്ച് ആ കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ടേൺ ആയി വരും കേട്ടോ. അപ്പോൾ ആ കോർണർ ഇങ്ങനെ കൂടി നിൽക്കാതൊക്കെ നല്ല നീറ്റിൽ സ്ക്വയറിൽ തന്നെ കിട്ടും. അല്ല സ്റ്റിച്ചസ് ഇൻക്രീസിങ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു കോർണർ ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ ആവും നിൽക്കുക. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് കോർണർ ചെയ്യുകയാണെങ്കിലും കോർണറിൽ സ്റ്റിച്ചസ് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർണർ കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് സെക്കൻഡ് കോർണർ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് കോർണറിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ റിമൂവ് ചെയ്താൽ ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ച് അവിടെ ചെയ്തു. അതിന് ശേഷം നമ്മൾ വീണ്ടും അപ്പോൾ നമ്മൾ സെക്കൻഡ് കോർണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 പീസിൻ്റെ ഉള്ളിൽ 2 പീസ് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ ആ 2 പീസിലും ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 പീസിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ശ്രദ്ധ തെറ്റിപ്പോയാൽ ആ സ്റ്റിച്ചസൊക്കെ വിട്ടുപോകും. പിന്നെ നമ്മൾ അത് ഫുൾ വർക്ക് കഴിഞ്ഞാലാവും ആ ഒരു ഭാഗം ഇങ്ങനെ വിട്ട് കിടക്കുന്നത് കാണുക. പിന്നെ അത് റിമൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ച് മാർക്കറിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കതാ നമ്മൾ ഈ 2 പെറ്റിലും 2 ഗ്രാനി സ്ക്വയർ ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ പാർട്ടാണ്, ഓപ്പൺ ആക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 ഭാഗം ഒന്നിച്ച് പിടിക്കരുത്. ഒന്നിച്ച് പിടിച്ചാൽ അത് കൂടിപ്പോവും. ഇത് നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു പീസിൽ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു പീസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത ഒരു കോർണർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പർ പാർട്ടിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി 2 ഭാഗവും നമ്മൾ ജോയിൻ ആവരുത് കേട്ടോ. ഒരു പീസിൽ മാത്രമാണ് ഈ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണേ. 2 ഭാഗം ഒന്നിച്ച് പിടിച്ച് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഭാഗം ക്ലോസ് ആയി പോകും. പിന്നെ ഓപ്പൺ ആക്കാൻ കഴിയില്ല. ഇത് ഓപ്പൺ ആയിരിക്കുന്ന ഒരു അപ്പർ പോർഷനാണിത്. ആ ഈ അപ്പർ പോർഷനിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ളത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എത്ര ലെങ്ത്തിലും വേണമെങ്കിലും ഈ ഒരു പാറ്റേൺ ചെയ്യാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിലും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കോർണർ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചുറ്റിലാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ചുറ്റിലും വർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നും ശ്രദ്ധിക്കാനില്ല. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ റൗണ്ടിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഓരോ സ്റ്റിച്ചും എന്താണോ ചെയ്യേണ്ടത് അത് എഴുതി വെക്കുക.
എഴുതി വെച്ചതും നമ്മളെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റിൽ കിട്ടും കേട്ടോ. ബിഗിനേഴ്സ് ആയതുകൊണ്ട് ബിഗിനേഴ്സും നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതാ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യുകയാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് രണ്ട് ഭാഗത്തും നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ സെക്കൻഡ് റൗണ്ട് അവിടെ അപ്പർ പാർട്ടിലേക്ക് ചെയ്യുകയാണ്. ചെയിൻ 1 ചെയ്യുക. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ അടുത്ത സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആക്കി ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എത്ര റൗണ്ടാണോ നമുക്ക് വേണ്ടത്, എത്രയാണോ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ സ്ലിംഗ് ബാഗിൻ്റെ ലെങ്ത്ത് വേണ്ടത്, അങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ആക്കി ചുറ്റിലും ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഇനി വീണ്ടും ഞാൻ തേർഡ് റൗണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു സിംഗിൾ ക്രോഷ്യേൻ്റെ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചുറ്റിലും ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ 2 റൗണ്ടും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മെഷർമെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നമ്മളെ ബാഗിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഓക്കെയാണ്. കുഞ്ഞ് ബാഗാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇനി സ്ലിങ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ കട്ടിയുള്ള യാണ് വേണം. അതുകൊണ്ട് ഒരു യാണും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടാണ് കേട്ടോ. ഞാൻ മറ്റേ യാണ് കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാതെ അതൊന്ന് വലിച്ചു വെച്ചു. അതിന് ശേഷം വേറൊരു യാണ് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ആ ഒരു സെയിം ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ യാണൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ആ യാണൊന്ന് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. ഈ യാണ് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഈ 2 യാണും ഒരുമിച്ച് പിടിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു കയറ് ചെയ്തെടുക്കാൻ, കോഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ആ 2 യാണും ഒരുമിച്ച് പിടിക്കുക. അതിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു സ്ലിങ്ങിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് 2 ഒന്നിച്ച് ചെയ്യുമ്പം ആ ഒരു കയറ് ഭയങ്കര തിന്നായി പോവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് 2 യാണും ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കയറ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണോ സ്ലിങ്ങിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമുക്കിങ്ങനെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ലെങ്ത്ത് ഇങ്ങനെ നോക്കാം, ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗത്തേക്ക് സ്ലിങ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതങ്ങനെ വെച്ച് നോക്കുക. കറക്റ്റാണോ, തിരിഞ്ഞു പോകരുത് കേട്ടോ. കയറ് തിരിഞ്ഞൊന്നും പോവാതെ ഇങ്ങനെ കറക്റ്റാണോ എന്ന് നോക്കുക. അതിന് ശേഷം ഈ ഒരു എഡ്ജിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ലൂപ്പ് യൂസ് ചെയ്യണേ. ഞാൻ 2 കയറ് യൂസ് ചെയ്യണം. ഞാനൊരു കയറാണ് യൂസ് ചെയ്തത്. അത് റിമൂവ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 കയറും ഒന്നിച്ച് പിടിച്ചിട്ട് 2 യാണും ഒന്നിച്ച് പിടിച്ചിട്ട് മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. ഓക്കെ, യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് വലുപ്പത്തിൽ യാണ് കട്ട് ചെയ്യുക. യാണ് പുറത്തേക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം അത് നമ്മൾ ടൈറ്റ് ആക്കിയതിന് ശേഷം ഇത് ആ ഒരു ബാക്ക് സൈഡിലേക്കും ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കുക. അതിന് ശേഷം ഈ യാണിനെ ബാക്ക് സൈഡിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് ആ യാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കുക. നമുക്ക് ആ ബാക്ക് സൈഡിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ 2 യാണും നമുക്കൊന്ന് കെട്ടിക്കൊടുക്കുക. അതിന് ഏതെങ്കിലും ലൂപ്പിലേക്ക് ഒരു യാണിനെ എടുക്കുക. 2 യാണുള്ളതുകൊണ്ട് ആ 2 യാണിനും ഇങ്ങനെ ബാക്കോട്ട് വെച്ചിട്ട്
കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ യാണ് കട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ യാണ് ഊരിപ്പോവും. അതുകൊണ്ട് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബാഗിൻ്റെ കയറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ ഒരു യാണ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, 2 യാണ് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്തത്. ആ ഒരു യാണ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു യാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഇതേപോലെ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഒരു ചെയിൻ ഇട്ടെടുത്തിട്ട് ബാലൻസ് വരുന്ന യാണും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ യാണിങ്ങനെ തൂങ്ങിക്കിടക്കാതെ നിൽക്കും. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൗച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമുക്കൊരു പ്രസ് ബട്ടണൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്ലിംഗ് ബാഗ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏതൊരു സൈസിലും വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നമുക്ക് ഏത് സൈസിലും, ഇതിപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അതുപോലെ നമ്മൾ 4 എണ്ണം വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് നമ്മളെ വർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാ അത്യാവശ്യം നമുക്ക് സ്പേസസ് ഒക്കെ ഉണ്ട് ഈ ഒരു ബാഗിൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കുക. അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കാണാം. ഇതാ ഇത് ബാക്ക് സൈഡാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വർക്കുകളൊക്കെ ചെയ്ത് നോക്കുക.